ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിൽ ഇന്ന് ചർച്ച. സംസ്ഥാനത്തെ ആദ്യ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സെപ്റ്റംബർ മാസത്തോടെ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി എം ബി രാജേഷ്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കക്കി ആനത്തോട് ഡാമിൽ ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെക്കുറിച്ച് അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ടൈ ബ്രേക്കർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം വ്യാഴാഴ്ച. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 1 മണിവരെയും രാജ്യസഭ 2 മണിവരെയും നിർത്തിവച്ചു. ഛത്തീസ്ഗഡ് വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയതോടെ ഇരുസഭകളും പ്രക്ഷുബ്ധമാവുകയായിരുന്നു. 12 മണിവരെ നിർത്തിവച്ച സഭകൾ വീണ്ടും സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വീണ്ടും തടസ്സപ്പെടുകയായിരുന്നു. വിഷയത്തിൽ പ്രതിപക്ഷം പാർലമെന്റിന് പുറത്തും പ്രതിഷേധിച്ചു. സ്വച്ഛതാ ഗ്രീൻ ലീഫ് റേറ്റിംഗ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജൽശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ലോക്സഭയിൽ മറുപടി നൽകി. എഐഎഡിഎംകെയുടെ എം ധനപാൽ, IS ഇമ്പദുരൈ എന്നിവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ സാക്ഷ്യം വഹിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. 16 മണിക്കൂറാണ് ലോക്സഭയിൽ ചർച്ചയ്ക്കായി സമയം അനുവദിച്ചിരിക്കുന്നത്. നാളെ രാജ്യസഭയിലും 16 മണിക്കൂർ വിഷയം ചർച്ച ചെയ്യും. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. വിഷയത്തിൽ സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അതേസമയം വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിയതായും നിരപരാധികളായ ആരും ശിക്ഷിക്കപ്പെടില്ല എന്ന ഉറപ്പ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചതായും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സെപ്റ്റംബറോടെ കമ്മീഷൻ ചെയ്യും. കൊച്ചി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന പ്ലാന്റിന്റെ ട്രയൽ റൺ ആരംഭിച്ചതായി മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കോഴിക്കോട് ഞെളിയൻപറമ്പിൽ സ്ഥാപിക്കുന്ന പ്ലാന്റിന്റെ കരാറിൽ കേരള സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനും BPCL ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 5 പ്ലാന്റുകൾക്കുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. 500 രൂപ വിലയുള്ള ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ലോട്ടറിയാണ് കേരളത്തിന്റേതെന്ന് ധനമന്ത്രി പറഞ്ഞു. 1 ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന മേഖലയാണ് ലോട്ടറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പമ്പാ നദിയുടെയും കക്കാട്ടാറിന്റെയും കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന 8 സ്കൂളുകൾക്കും സുരക്ഷ മുൻനിർത്തി മറ്റ് 15 സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. കുട്ടനാട്ടിൽ പെയ്ത ശക്തമായ മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ മുട്ടാർ, കിടങ്ങര, തായങ്കരി, എടത്വ റൂട്ടുകളിൽ KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളും കൈവഴികളും കരകവിഞ്ഞൊഴുകുകയാണ്. വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന അതിശക്തമായ വേലിയേറ്റം വെള്ളപ്പൊക്ക ദുരിതം ഇരട്ടിയാക്കുന്നു. 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കുട്ടനാട്ടിൽ പ്രവർത്തിക്കുന്നത്. സ്കൂളുകളും വഴികളും വെള്ളത്തിലായതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മഴനിരക്ക് ശബരിഗിരി പദ്ധതി പ്രദേശത്ത്. സംഭരണിയിലെ ജലനിരപ്പ് 66%. ശക്തമായ നീരൊഴുക്കിലും റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയത്. ശബരിഗിരിയിൽ കഴിഞ്ഞ ദിവസം മാത്രം 33.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജലമാണ് ഒഴുകിയെത്തിയത്. മലപ്പുറം താനൂരിലെ തീരദേശ മേഖലയിൽ കടൽ പ്രക്ഷുബ്ധമായതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. താനൂർ ഹാർബറിന് തെക്ക് ഒസാൻ കടപ്പുറം, എടക്കടപ്പുറം, അഞ്ചുടി ഭാഗങ്ങളിലാണ് ശക്തമായ തിരമാല ഉയർന്നത്. പൊന്നാനി, തിരൂർ തീരങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാണ്.
കണ്ണൂർ ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്ന നിരോധനം പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കനത്ത മഴയ്ക്ക് ശമനമുണ്ടായ പശ്ചാത്തലത്തിലാണ് നടപടി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കണ്ണൂർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലേക്ക്. വികസന പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ജില്ലയ്ക്ക് തിലകക്കുറിയായി മാറും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 3 പ്ലാറ്റ്ഫോമുകളുടെയും മേൽക്കൂര നിർമ്മാണം പൂർത്തിയായി. പ്ലാറ്റ്ഫോമുകളിൽ ആധുനിക രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ, വെളിച്ച സംവിധാനങ്ങൾ, കുടിവെള്ള സൌകര്യം, മൊബൈൽ ചാർജിംഗ് സൌകര്യം എന്നിവയും റിസർവേഷൻ കൌണ്ടറിന് സമീപം ഡിജിറ്റൽ ഡിസ്പ്ലേ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ശൌചാലയങ്ങൾ, ശീതീകരിച്ചതുൾപ്പെടെയുള്ള വിശ്രമമുറികൾ, ഷോപ്പിംഗ് സംവിധാനങ്ങൾ എന്നിവയുടെ പണി അവസാന ഘട്ടത്തിലാണ്. 3000 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൌകര്യം സ്റ്റേഷന്റെ ഇരുവശത്തും പൂർത്തിയായി. സ്റ്റേഷന് മുന്നിലൂടെയുള്ള റോഡ് പാർക്കിംഗ് ഏരിയയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റും. പയ്യന്നൂരിന് സമീപമാണ് ഏഴിമല നാവിക അക്കാദമിയും പെരിങ്ങോം CRPF കേന്ദ്രവും. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും തമ്മിലുള്ള രണ്ടാം റൌണ്ട് മത്സരവും സമനിലയിൽ. ശനിയാഴ്ച നടന്ന ആദ്യ മത്സരവും സമനിലയിൽ അവസാനിച്ചിരുന്നു. ഇന്ന് നടക്കുന്ന ടൈ ബ്രേക്കറാകും വിജയിയെ നിശ്ചയിക്കുക. ഇന്ത്യൻ സമയം 1:35 ജോർജിയയിലെ ബത്തുമിയിലാണ് മത്സരം. ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം വ്യാഴാഴ്ച ഓവലിൽ നടക്കും. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. ഇന്നലത്തെ മത്സരത്തിനിടെ പരിക്കേറ്റ ഋഷഭ് പന്തിനു പകരം 5ാം ടെസ്റ്റിൽ നാരായൺ ജഗദീശനെത്തുമെന്ന് BCCI അറിയിച്ചു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഗുരുതരമായ കരൾ രോഗത്തിനും ക്യാൻസറിനും കാരണമാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ജൂലൈ 28-ന് ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. നമുക്ക് തകർക്കാം ഹെപ്പറ്റൈറ്റിസ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വാക്സിനേഷനൊപ്പം ശുചിത്വം പാലിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ മാർഗ്ഗമെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വാക്സിനേഷൻ 3 ഡോസുകളായിട്ടാണ് എടുക്കാറുള്ളത്. ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങി വാക്സിൻ ഇല്ലാത്ത രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് രക്തദാനത്തിലും രക്തം കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയിലുമൊക്കെ ശ്രദ്ധ പാലിക്കുക എന്നുള്ളതാണ്. മാരകമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ടുള്ള ചികിത്സ സർക്കാർ ആശുപത്രികൾ തുടങ്ങിയവയിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസിന്റെ ജ്ഞാനസഭ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സമാപന സഭയിൽ RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത് മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തെ ആസ്പദമാക്കി രാവിലെ ആരംഭിച്ച ചർച്ചയിൽ വൈസ് ചാൻസലർമാരും വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനി വർക്കിച്ചൻ മണിമല അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം മറ്റന്നാൾ തൊടുപുഴ പള്ളാക്കാമുറി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടക്കും. വെള്ളൂരിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല പ്രവർത്തകനും അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവുമായ PP ഭാസ്കരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കേരളത്തിലെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നികത്താനാകാത്ത വിടവാണ് ഭാസ്കരൻ മാസ്റ്ററുടെ വിയോഗമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാറ്റിവച്ച ട്രയൽ റൺ നാളെ ആരംഭിക്കും. ഗതാഗത നിയന്ത്രണങ്ങൾക്കായുള്ള ട്രയൽ റൺ മറ്റന്നാൾ വരെ തുടരും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 188 പോയിന്റ് നഷ്ടത്തിൽ 81,277-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 51 പോയിന്റ് നഷ്ടത്തിൽ 24,786-ലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,160 രൂപയും പവന് 73,280 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂരിൽ ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് 10-ലധികം പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ചെറുപുഴ മുതുവത്ത് റോഡരികിലായിരുന്നു അപകടം. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്ക് എൻട്രികൾ ഇന്ന് വൈകുന്നേരം 5 മണിവരെ നൽകാം. ഓഗസ്റ്റ് 30-നാണ് ജലമേള. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ എൻട്രികളും സ്വീകരിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന സൃഷ്ടിക്ക് 10,001 രൂപ സമ്മാനമായി നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിൽ ഇന്ന് ചർച്ച.
സംസ്ഥാനത്തെ ആദ്യ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സെപ്റ്റംബർ മാസത്തോടെ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി എം ബി രാജേഷ്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കക്കി ആനത്തോട് ഡാമിൽ ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ടൈ ബ്രേക്കർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം വ്യാഴാഴ്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.